മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറെക്കുറെ ദീർഘമായ പ്രസംഗമാണ് ഹജ്ജത്തുൽ വദായിലെ പ്രസംഗം. ധാരാളം സഹാബാക്കൾ ഒരുമിച്ച് കൂടിയ ആ സദസ്സ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചോദ്യോത്തര രീതിയിൽ ആരംഭിച്ചത് കാണാം. സഹാബാക്കളെ, ഇന്നത്തെ ഈ ദിവസം ഏത് ദിവസമാണ്? അയ്യോ യൗമിക്കും ഹാദാ. സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം, അള്ളാഹ്ക്കും അവൻ്റെ റസൂലിനും അറിയാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യോ ബലദിക്കും ഹാദാ, ഇതേത് നാടാണ്? അല്ലാഹു റസൂലുഹു ആലം. അയ്യോ ഷഹരിക്കും ഹാദാ, ഇതേതാണ് മാസം? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നാട് ഏതാണ്, ഈ ദിവസം ഏതാണ്, ഈ മാസം ഏതാണെന്ന് വിശദീകരിച്ചതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു. فإن أموالكم وأعراضكم بينكم حرام كحرمة يومكم هذا في بلدكم هذا في شهركم هذا. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മറ്റുള്ളവരുടെ അഭിമാനം നിങ്ങൾ സംരക്ഷിക്കേണ്ടതാണ് എന്നതാണ്. അന്നാണ് സഹാബാക്കൾ, നബി ഞങ്ങൾ യാത്ര പറയാണോ, എന്നാൽ കുറച്ചും കൂടി വസിയത്ത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ ദിവസം. മനുഷ്യന്മാരുടെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രക്തത്തിന് നമ്മൾ സംരക്ഷണം നൽകാറുണ്ട്, നമ്മളാരും കൊല്ലലൊന്നുമില്ല. മുതലിന് സംരക്ഷണം നൽകാറുണ്ട്, സംരക്ഷണം നൽകണം. മറ്റുള്ളവരുടെ അഭിമാനം നമുക്ക് മുതലിൻ്റെയും ശരീരത്തിൻ്റെയും അത്ര ചില സമയത്ത് വില തോന്നാറില്ല എന്നത് ഒരു വസ്തുതയാണ്. മുഅ്മിനീങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യന് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ നഷ്ടം അവൻ്റെ അഭിമാനം പോവലാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഭിമാനം കളഞ്ഞിട്ടുള്ള ഒരിറക്ക് പച്ചവെള്ളം പോലും നീ കുടിക്കണ്ടെന്ന്. അഭിമാനമതിന് ക്ഷതം വരും വെള്ളം കുടി, എന്നാലൊഴിക്കും അന്ന് ഞാനാ നടപടി എന്നാണ് ഇമാം ഷാഫി പറയുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. അഭിമാനത്തിന് ക്ഷതം വരുമെങ്കിൽ ഒരിറക്ക് പച്ചവെള്ളം കുടിക്കാതെ മരിക്കലാണ് ഏറ്റവും നല്ലത്. അത്രയും പ്രധാനപ്പെട്ടതാണ് മനുഷ്യന്റെ അഭിമാനം എന്ന് പറയുന്നത്. നേരം വെളുക്കണ തന്നെ ഗീബത്ത് പറയാൻ വേണ്ടി ആയാൽ, നേരം വെളുക്കുന്നത് തന്നെ കളവ് പറയാൻ വേണ്ടി ആയാൽ, രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ചായപ്പീടിക്ക് പോണ തന്നെ മറ്റുള്ളവരെ പരിഹസിക്കാനായാൽ, വെള്ളിയാഴ്ച ജുമയ്ക്ക് പോണ തന്നെ തിരക്കൂടാനായാൽ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരർത്ഥമില്ലാതാവും. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇമാം ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതനുസരിച്ച് വായയിൽ കല്ലിട്ട് നടക്കുമായിരുന്നു. കല്ലിൻ്റെ കഷ്ണങ്ങൾ കഴുകിയിട്ട് അതിങ്ങനെ വായയിലിട്ട് നടക്കും. സഹാബാക്കൾ ചോദിച്ചു, അല്ലയോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, നിങ്ങൾ എന്താണ് ഇങ്ങനെ വായയിൽ കല്ലിട്ട് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സംസാരിക്കാതിരിക്കാനാണ്. അറിയാതെ സംസാരിച്ചു പോകുമോ എന്ന് കരുതിയാണ് ഞാൻ വായയിൽ കല്ലിട്ട് നടക്കുന്നതെന്ന് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹുവിന്റെ അവാരിഫുൽ മാരിഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ശൈത്താൻ ഒരു മനുഷ്യനെ പിടികൂടുകയാണെങ്കിൽ ആദ്യം പിടികൂടുന്നത് അവൻ്റെ നാവിലായിരിക്കും. ശൈത്താൻ ഒരു മനുഷ്യനെ പിടിക്കുമ്പോൾ ആദ്യം പിടിക്കുക അവൻ്റെ നാവിനെയാണ്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൻ നജാതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിച്ചിലാകുക എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അംലിക് അലൈക ലിസാനക വൽയസഅക ബൈതുക വബ്കി അലാ ഖതിയതിക. അംലിക അലൈക ലിസാനക, ഒന്ന് നിന്റെ നാവ് നിന്റെ ഉടമസ്ഥതയിലാകുക. അത് വേറൊരാളുടെ അടുത്ത് പണയം വെച്ചതാവരുത്. എൻ്റെ നാവ് എൻ്റെതായിരിക്കുക. വേറെ ആരെങ്കിലും പറയാൻ പറഞ്ഞത് ഇങ്ങനെ പറയാം, ആർക്കെങ്കിലും വേണ്ടി പറയുക, ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുക, അതെല്ലാം ഒഴിവാക്കി നിന്റെ നാവ് നിന്റെ ഉടമസ്ഥതയിലായിരിക്കുക. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഉല്ലാഹ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം, ഒരു മനുഷ്യന് ഹിസാബിനെ ഇപ്പോൾ കാണാൻ കഴിയുകയാണെങ്കിൽ അവൻ ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല എന്നാ. നമുക്ക് ബാക്കിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും, എന്നപോലെ മുന്നിലേക്കും ചിന്തിക്കാം. ബാക്കിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയല്ലോ. ഇന്ന് രാവിലെ പല്ലേച്ചത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇന്നലെ പല്ലേച്ചത് ഓർമ്മ ഉണ്ടല്ലോ, അങ്ങനെ ആലോചിച്ചാൽ കിട്ടും. ഇന്നലെ പല്ലേച്ചത്, കഴിഞ്ഞ വെള്ളിയാഴ്ച പല്ലേച്ചത്, ചിലപ്പോൾ സ്ഥലമൊന്നും അത്ര കൃത്യമാവില്ല, എന്നാലും നമുക്കത് ഓർമ്മയുണ്ട്. ഒരു മാസം മുമ്പ് പല്ലേച്ചത് ഓർമ്മ വരും, അങ്ങനെ ഫ്രണ്ടിക്ക് ഓർമ്മ വരും. നാളെ പല്ലേക്കണത് ആലോചിച്ചാൽ കിട്ടുന്നത്. ഒരു മനുഷ്യന് തൻ്റെ ഹിസാബിനെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞാൽ അവൻ ഒരിക്കലും സംസാരിക്കാൻ കഴിയുകയില്ല. ശബ്ദങ്ങൾ അള്ളാഹുവിന് മാത്രമായി കീഴ്പ്പെടുന്ന ദിവസമാണ് മഹ്ശറ. സൂചി വീണാൽ ശബ്ദം കേൾക്കുന്ന ദിവസമാണ് മഹ്ശറ. ശബ്ദം അള്ളാഹുവിന് മാത്രമായി കീഴ്പ്പെടും മഹ്ശറയിൽ. ആ ദിവസത്തെ ഒരു മനുഷ്യന് ഇപ്പോൾ കാണാൻ കഴിഞ്ഞാൽ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ, 3 സന്ദർഭത്തിൽ എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറച്ചു പോകും ആയിഷ. ആയിഷ ബീവി ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, കൈകാലുകൾ വിറക്കുന്ന ആ 3 സന്ദർഭങ്ങൾ ഏതാണ്? നാളെ മഹ്ശറ വൻസഭയിൽ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ വെച്ച്
അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറച്ചു പോകും ആയിഷ. നന്മയും തിന്മയും എഴുതിയ ഏടുകൾ തൂക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മീസാൻ എന്ന തുലാസിൻ്റെ സമീപത്തെത്തുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറച്ചു പോകും ആയിഷ. സിറാത്ത് പാലം കടക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറക്കും ആയിഷ. നന്മതിന്മ എഴുതിയ ഏട് കൊടുക്കുന്ന സമയം മശ്റ എല്ലാ മനുഷ്യന്റെയും കൈകാലുകൾ വിറക്കുന്ന സന്ദർഭമാണ്. മശ്റയത്തെ ഒരു രംഗം ഒരാൾക്ക് ഓർക്കാൻ കഴിഞ്ഞാൽ അവന് സംസാരിക്കാൻ കഴിയില്ല. നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ്. ഇഫ്ദ് ലിസാനക അയ്യുഹൽ മഗ്റൂറു ലാ യൽദവന്നക അന്നഹാ സുബാനു. നീ നിന്റെ നാവിനെ സൂക്ഷിക്കുക. നാവ് നിന്നെ കടിക്കരുത്, അതൊരു പാമ്പാണ്. നല്ലോണം സൂക്ഷിക്കേണ്ടത് നാവിനെയാണ്. ഒരു മനുഷ്യന്റെ നാവിൽ പിശാച് പിടികൂടിയാൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യം ശൈത്താൻ പിടികൂടെ നാവുമേ. ഒരാളുടെ നാവിനെ പിശാച് പിടികൂടിയാൽ അവൻ ചെയ്യുന്ന പ്രവർത്തനം തബറുക്കായതിനെയും ബറക്കത്താക്കപ്പെട്ടതിനെയും പുണ്യമായ അദ്കാറുകളെയൊക്കെ ഹറാമിലേക്കും മ്ലേച്ഛമായതിലേക്കും ചേർത്തി പറയലാണ്. ബറക്കത്താക്കപ്പെട്ടതും പുണ്യമായതുമായ ദിക്റുകൾ, അസ്മാകൾ, തസ്ബീഹുകളൊക്കെ മ്ലേച്ഛമായതിലേക്കും ഹറാമിലേക്കും ചേർത്തി പറയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ശൈത്താൻ വന്ന് പിടികൂടെ ആദ്യം നാവുമേ. നാവിനെയാണ് ഒരു മനുഷ്യൻ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിൽ വഹ്ദാനിയത്തിന്റെ മേൽ അറിയിക്കുന്ന 2 അവയവേ ഉള്ളൂ എന്നാ. കൈ 2 എണ്ണാണ്, കാല് 2 എണ്ണ, മൂക്ക് 2 എണ്ണ, കണ്ണ് 2 എണ്ണ. ജോഡിയില്ലാത്തത് വഹ്ദാനിയത്തിന്റെ മേൽ അറിയിക്കുന്നത് 2 അവയവമാണ്. ഒന്ന് നാവും, ഒന്ന് ഗുഹ്യവുമാണ്. അതുകൊണ്ട് നാവിന്റെയും ഗുഹ്യത്തിന്റെയും കാര്യത്തിൽ ഒരാൾ എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ അവന് ഞാൻ സ്വർഗം വാങ്ങിക്കൊടുക്കാമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പുണ്യമായതിനെയും തബറുക്കായതിനെയും ഹറാമിലേക്കും മോശമായതിലേക്കും ചേർക്കുക. നമ്മുടെ സാധാരണ സംസാരങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നതിന് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയും. ഹറാമായ ഭക്ഷണം കഴിക്കാനും ബിസ്മില്ല ചൊല്ലും. പുണ്യമായതിനെ മ്ലേച്ഛമായതിലേക്ക് ചേർക്കാൻ സാധാരണ ഒരാൾ ബാത്റൂമിൽ കക്കൂസിൽ കുറച്ച് കൂടുതൽ സമയം ഇരുന്നാൽ നമ്മൾ അവനോട് ചോദിക്കും, എന്താ അവിടെ ഈത്തിക്കാഫ് ഇരിക്കണോ? ഈത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ മൻ ഇഅ്തകഫ യൗമൻ കാന ബൈനഹു വബൈനന്നാരി സലാസ ഖനാദിക ഹബീബുനാ റസൂലുള്ളാഹി. ഒരാൾ ഒരു ദിവസം ഈത്തിക്കാഫ് ഇരുന്നാൽ ഓന്റെയും നരകത്തിന്റെയും ഇടയിൽ 3 കിടങ്ങുകൾ ഉണ്ടായിരിക്കുമെന്ന് പുണ്യനബി പഠിപ്പിച്ച അമലിനെ ബാത്റൂമിൽ ഇരിക്കുന്നതിലേക്ക് നമ്മൾ താരതമ്യപ്പെടുത്തും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. വേണ്ടാത്ത ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സംസാരിക്കാൻ പാടില്ലാത്തവർക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാമുകിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മൊബൈലിൽ പൈസ തീർന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ വിളിക്കാമെന്ന് പറയും. ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാർ ഇൻഷാ അല്ലാഹും വല്ലാഹി ഒന്നും ഉപയോഗിക്കുന്നിടത്ത് ഒരു നിയന്ത്രണമില്ല. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, ഇൻഷാ അല്ലാഹ്, വല്ലാഹി തുടങ്ങിയവ ഏറ്റവും തബറുക്കായ ലഫ്ലുകളാണ്. ആ തബറുക്കായ ലഫ്ല് മ്ലേച്ഛമായതിലേക്കും ഹറാമിലേക്ക് വരെ ചേർത്തി പറയും. പൂച്ചക്ക് പള്ളി അമ്പലമൊക്കെ കണക്കന്നെ എന്ന് പറയും. കണക്കൊന്നല്ല. പൂച്ച 24 മണിക്കൂറും തസ്ബീഹ് ചെല്ലുന്ന ജീവിയാണ്. മനുഷ്യന് മാത്രമാണ് ദിക്റും തസ്ബീഹും വേണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുള്ളത്. വേറെ ഒരു ജീവിക്കും ആ തർക്കമില്ല. മരങ്ങൾ 24 മണിക്കൂറും തസ്ബീഹിലാണ്. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു. തസ്ബീഹ് ചെല്ലാത്ത ഒരു വസ്തുവും ഇല്ല. എല്ലാ വസ്തുക്കളും മുഴുവൻ സമയവും തസ്ബീഹിലാണുള്ളത്. മനുഷ്യന് മാത്രമാണ് വേണോ വേണ്ടതെന്ന് സംശയം. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു വേട്ടക്കാരൻ വേട്ടമൃഗത്തെ വേട്ടയാടുന്നത് വേട്ടമൃഗം അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് അശ്രദ്ധനാകുന്ന സമയത്ത് മാത്രമാകുന്നു എന്നാണ്. വേട്ടക്കാരന്റെ അമ്പ് മാൻകിടാവിന് കൊള്ളുന്നത് മാൻകിടാവ് ദിക്റ് ചൊല്ലാതെ വരുന്ന സമയത്ത് മാത്രമാണ്. മരം മുറിക്കാരൻ മരത്തിന്റെ താഴെ കോടാലി വെക്കുന്നത് മരം തസ്ബീഹ് ചൊല്ലാത്ത സമയത്ത് മാത്രമുള്ളൂ. 24 മണിക്കൂറും തസ്ബീഹിലുള്ള ജീവിയാണ് പൂച്ച. അവിചാരിതമായോ അറിയാതെയോ അബദ്ധത്തിലോ പൂച്ച അമ്പലത്തിൽ കയറിയേക്കാം. പക്ഷേ അത് സമമായതുകൊണ്ടല്ല, കണക്കായതുകൊണ്ടല്ല. പൂച്ചക്ക് പള്ളി തന്നെയാണ് ഇഷ്ടം. മനുഷ്യന് മാത്രമാണ് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലണോ എന്ന വിഷയത്തിൽ തർക്കമുള്ളത്. ഇങ്ങനെ മനുഷ്യൻ നാവിനെയാണ് ആദ്യമായി ശൈത്താന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഒരാളിൽ ശൈത്താൻ പിടികൂടിയാൽ അവനെ നാവ് ഉപയോഗപ്പെടുത്തുന്നതിലെ 1-ാം ഘട്ടം ഇൻസൾട്ട് ചെയ്യലാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി ഇൻസൾട്ട് ചെയ്തത് പിശാച്ചാണ്, ശൈത്താൻ, ഇബ്ലീസാണ്. അത് അവൻ ഇൻസൾട്ട് ചെയ്തത് മണ്ണിനെയാണ്. ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ഞാൻ എങ്ങനെ ആദമിനെ സുജൂദ് ചെയ്യാവും? മണ്ണല്ലേ. യഥാർത്ഥത്തിൽ മണ്ണല്ലേ എന്ന് ചോദിക്കുന്നത് ഇവൻ തീയാണെന്നും മണ്ണിനേക്കാൾ തീയിന് പ്രാധാന്യമുണ്ടെന്നുമുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇൽമിനെയാണ് ന്യായീകരണത്തിനും ഇൻസൾട്ട് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഇബ്ലീസ് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അവന്റെ വിവരത്തെ തന്നെയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഭ്രാന്തന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നാണ്. ഭ്രാന്തന്മാരെ കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള വിഭാഗമാണ് ഭ്രാന്തന്മാർ.
ജന്മത്തിൽ ഒരിക്കൽ പോലും. നമ്മൾ എത്രങ്ങാനും ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ട്. ഭ്രാന്തനെ കണ്ടപ്പോൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവനാണല്ലോ റബ്ബേ ആ പോകുന്നത് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ പരാജയം. ഒരിക്കൽ പോലും ഒരു ഭ്രാന്തനെ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയില്ല. ഭ്രാന്തനെ ഭ്രാന്ത എന്ന് വിളിച്ചവൻ ഹിസാബും കാത്ത് മഹ്ശറയിൽ കെട്ടിക്കിടക്കുമ്പോൾ ഹിസാബില്ലാതെ കയ്യും വീശി സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവനാണ് യഥാർത്ഥ ഭ്രാന്തൻ. ഒറിജിനൽ ഭ്രാന്തൻ കയ്യും വീശി, അവന് ഹിസാബില്ല. അവൻ സിറാത്ത് പാലം കടന്നു പോകുമ്പോൾ ഭ്രാന്തനെ ഭ്രാന്ത എന്ന് വിളിച്ച് ബുദ്ധിയുണ്ടെന്ന് അഹങ്കരിക്കുന്നവൻ ഹിസാബും കാത്തിട്ട് കിതാബും കെട്ടും കയ്യെ പിടിച്ചാണ്ട് മഹ്ശറയിൽ കാത്തിരിക്കാം. അതാണ് ഭ്രാന്തന്റെ പ്രത്യേകത. ഭ്രാന്തന്മാർ അള്ളാഹുവിങ്കിൽ ഏറ്റവും സ്ഥാനമുള്ളവരാണ്. ഞാൻ പറയാൻ കാരണം ആരെയും ഇൻസൾട്ട് ചെയ്യരുത് എന്ന് പറയാനാ. ശൈത്താനികമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വന്നു ചേർന്നിട്ടുണ്ട്. പിശാച് നമ്മളെ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ നന്നായി തിരിച്ചറിയേണ്ടതുണ്ട്. മനുഷ്യന്റെ നാവിനെ പിശാച് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് മനുഷ്യൻ അവന്റെ നാവിന് 1-ാം സ്ഥാനം കൊടുക്കണം. മദ്രസയിലെ 8-ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ കുട്ടികളെ കാണാതെ പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്. മൻ സമത നജാ, മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു എന്നാണ് ഹദീസിന്റെ അർത്ഥം. മൻ സമത നജാ, മിണ്ടാതിരുന്നവൻ കഴിച്ചിലായി. ചിലര് മിണ്ടാതിരിക്കുമ്പോൾ നിനക്ക് തോന്നും അവൻ മൂഢനാണെന്ന്. യഥാർത്ഥത്തിൽ മിണ്ടാതിരിക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയി. സംസാരിക്കാൻ ഒന്നും പഠിക്കല്ല. നമ്മൾ ജനിച്ചു വന്നപ്പോൾ സംസാരിക്കാൻ പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുട്ടി ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരം പഠിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. ഗർഭപാത്രത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കുട്ടി കരയുന്നുണ്ട്. കരച്ചിലാണ് ഒരു കുട്ടിയുടെ സംസാരം. കരച്ചിൽ എന്ന സംസാരം ഉമ്മാക്ക് മാത്രം അറിയുന്ന സംസാരമാണ്. കുട്ടികളുടെ ഭാഷ ഉമ്മാക്കറിയാം. ഒരു ഉമ്മയും കുട്ടിയുമായുള്ള ഏറ്റവും അടുത്ത ബന്ധം അതാണ്. റമദാൻ മാസത്തിലെ കുട്ടി നോമ്പ് വെച്ച് നട്ടുച്ച സമയമായി ബാത്റൂമിൽ കയറി ആരും കാണാതെ ഒരിറക്ക് വെള്ളം കുടിച്ച് തിരിച്ചു വന്നാൽ ആർക്കും അറിയില്ലെങ്കിലും ഉമ്മാക്കറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അതാണ് ഒരു ഉമ്മയും കുട്ടിയും തമ്മിലുള്ള വൈജ്ഞാനികമായ ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മുഅ്മിനീങ്ങൾ ഏറ്റവും കൂടുതൽ ശരീരത്തിൽ സൂക്ഷിക്കാനുള്ളത് നാവിനെയാണ്. മഹാന്മാരായ സ്വഹാബത്തിന്റെയും താബികളുടെയും സലഫുകളുടെയും ഒക്കെ താരീഖുകൾ പരിശോധിച്ചാൽ നാവിനെ സൂക്ഷിക്കുന്നതിന് അവർ നൽകിയിട്ടുള്ള പ്രാധാന്യത്തെ കാണാൻ കഴിയും. നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഗീബത്ത് പറയരുത് എന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ പോലും ഗീബത്താകുന്നു. ഗീബത്ത് പറയരുത് എന്ന് കേട്ടതിന് ശേഷം നമ്മൾ പറയുന്നതും ഗീബത്താവുക. ഗീബത്ത് പറയരുത്, അത് തന്റെ സഹോദരന്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് ഉള്ള വയത് കേട്ട് പോകുമ്പോൾ നമ്മൾ ഗീബത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്നു പോവുക. ഭാരമാണെന്ന് പുണ്യനബി പറഞ്ഞതെല്ലാം നമുക്ക് എളുപ്പവും, എളുപ്പമാണെന്ന് പുണ്യനബി പറഞ്ഞതെല്ലാം നമുക്ക് ഭാരവുമാണ്. ആദ്യമായി ഒരു മനുഷ്യന് ഭാരം കുറയേണ്ടത് അവന്റെ സ്വന്തം ശരീരമാണ്. സൂറത്തുൽ ഇൻശിറാഹിലെ അലം നശ്റഹ് സൂറത്തിലെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ പറഞ്ഞ ഭാഗത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് വവദഅനാ അൻക വിസ്റക എന്നാണ്. നബിയെ, നിങ്ങളുടെ ഭാരത്തെ നാം ഇറക്കി വെച്ചില്ലയോ? നമ്മൾ ഭയങ്കര ഭാരമാണ്. ഈ ബഹുമാനപ്പെട്ട ഇങ്ങനെ താങ്ങിയിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയാകുകയാണ്. ആദ്യം ഒരാൾക്ക് ഭാരം കുറയേണ്ടത് അവന്റെ സ്വന്തം ശരീരത്തെയാണ്. നിസ്കാരം മുഅ്മിനിന് എളുപ്പമാണെന്നും മുനാഫിഖിന് ഭാരമാണെന്നും പറഞ്ഞിട്ടുണ്ട്.